Hi, welcome back to Excel Skill Corner. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ക്രിയേറ്റ് സാലറി സ്ലിപ്പ് യൂസിങ് VLOOKUP ആൻഡ് pivot ടേബിൾ. നമുക്ക് എങ്ങനെ ഒരു സാലറി സ്ലിപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരു ഫേമിൻ്റെ സാലറി സ്ലിപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഇപ്പോൾ നമുക്ക് അതിൽ എംപ്ലോയി നെയിം ഉണ്ടാവും, ഡെസ്റ്റിനേഷൻ ഉണ്ടാവും, ബേസിക് സാലറി, DHR, അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ടാവും. ഇത് നമുക്കൊരു കണ്ടീഷൻ ഉണ്ടാവും, ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യണമെന്നൊരു കണ്ടീഷൻ കൂടി ഉണ്ടാവും. നമുക്ക് വേണ്ട റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എംപ്ലോയിയുടെയും സെപ്പറേറ്റ് ആയിട്ട് സാലറി സ്ലിപ്പ് ക്രിയേറ്റ് ചെയ്യും വേണം. ദാറ്റ് മീൻസ് ഇപ്പോൾ 200 എംപ്ലോയി ആണ്, 200 എംപ്ലോയിയുടെയും സെപ്പറേറ്റ് സാലറി സ്ലിപ്പ് ക്രിയേറ്റ് ചെയ്യും വേണം. ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ കണ്ടീഷനിൽ നമുക്ക് സാലറി 2 ലീവാണ് കൊടുത്തിട്ടുള്ളത്. കമ്പനി 2 ലീവിന് സാലറി കട്ട് ചെയ്യില്ല, എല്ലാത്തിനും നമുക്ക് കട്ട് ചെയ്യും. അപ്പോൾ ഇതിന് നമുക്ക് ബേസിക് സാലറിന് ഒരു ഫോർമുല ജനറേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഈ ഫോർമുല വെച്ചിട്ട് നമ്മൾ ചെയ്യണം. ഇഫ് ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ്, ദാറ്റ് മീൻസ് ഇപ്പോൾ ലീവ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ, ദാറ്റ് മീൻസ് 2 കുറവാണെങ്കിൽ നമുക്ക് വേണ്ട വാല്യൂ ബേസിക് സാലറി ആണ്. അഥവാ ഇനിയിപ്പോൾ 2 കൂടുതലാണ് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ 2 ലീവ് 3 ലീവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ലീവിൻ്റെ സാലറി കുറവാക്കി 1 ലീവിൻ്റെ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇത് നമ്മൾ എഴുതാൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 32,000 ആണെച്ചാൽ ദാറ്റ് മീൻസ് എന്താണോ സാലറി ഡിവൈഡ് ബൈ 30 ഇത് പെർ ഡേയിലേക്ക് കൊണ്ടുവരാം. അത് മൈനസ് നമുക്കിവിടെ എത്ര ലീവ് കൊടുത്തിട്ടുണ്ട് ദാറ്റ് മീൻസ് ഇൻറ്റു ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ എത്ര ദിവസം ലീവ് കൊടുത്തെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ 30 മൈനസ് എത്ര ലീവ് കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾ എത്രയാണ് ലീവ് എത്ര ലീവ് സെലക്ട് ചെയ്യുക, E8 സെലക്ട് ചെയ്യുക, പ്ലസ് നമ്മൾ 2 ലീവ് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ലീവ് കൂടി കൂട്ടിയിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫിഗർ കിട്ടും, 32,000 കിട്ടും. ഇപ്പോൾ ഞാൻ ഇവിടെ 3 ലീവ് ആക്കുമ്പോൾ ഒരു ദിവസത്തെ ലീവ് ആയിരിക്കും ഇവിടെ കട്ട് ചെയ്ത് പോകുക. അപ്പോൾ ഇത് നമുക്ക് ഇതിലൂടെ നമുക്ക് ബേസിക് സാലറി ലഭിക്കും. ഈ സാലറി വെച്ചിട്ട് നമുക്ക് DA വർക്കൗട്ട് ചെയ്യാം. ഇപ്പോൾ 2% DA ആണെങ്കിൽ ജസ്റ്റ് ഇൻറ്റു 2% ടൈപ്പ് ചെയ്യാം. അതുപോലെ 3% ആണെങ്കിൽ 3% ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഡെസിമൽ പ്ലേസ് 4 പോയിൻ്റ് കിട്ടണം. അത് നമുക്ക് 0ലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ റൗണ്ട് ഫോർമുല ഫ്രണ്ട് ചെയ്തിട്ട് പിന്നെ ഇവിടെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ 0 ഇട്ട് കൊടുക്കുക, ബ്രാക്കറ്റിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിജിറ്റൽ ഡെസിമൽ പ്ലേസില്ലാതെ ലഭിക്കും. ഇതേ ഫോർമുല തന്നെ നമ്മൾ എല്ലാ ഇതിലും ആവർത്തിക്കണം. ദാറ്റ് മീൻസ് നമുക്ക് DL നമ്മൾ ഓൾറെഡി എഴുതിൻ്റെ ഫോർമുല അവിടെയും സെയിം ഫോർമുല തന്നെ ആവർത്തിക്കുക, 0 ഇടാം. ഇതേപോലെ HRI നമുക്ക് ഇതുപോലെ തന്നെ ബേസിക്കിന് 3% ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് റൗണ്ട് ബേസിക് സാലറി സെലക്ട് ചെയ്യുക, 3% ടൈപ്പ് ചെയ്യുക, ഇൻറ്റു 3% എന്നിട്ട് ബ്രാക്കറ്റ് റൗണ്ട് ടൈപ്പ് ചെയ്തിട്ട് റൗണ്ട് ഫോർമുല ബ്രാക്കറ്റ് ഓപ്പൺ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡെസിമൽ പ്ലേസില്ലാതെ HRI കിട്ടി. ഇതേപോലെ ഇൻസെൻറ്റീവും സെയിം മെത്തേഡിലാണ് നമുക്ക് ചെയ്യാം. അതിനും ഇതുപോലെ തന്നെ സെയിം ഫോർമുല തന്നെ ഇടുന്നത്. നമ്മൾ റൗണ്ട് ഫോർമുല ഇട്ടിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബേസിക്കിൻ്റെ എടുത്തിട്ട് 5%, 0. ഇത് അതുപോലെ PFൻ്റെ ഡിഡക്ഷൻ, ഇപ്പോൾ എംപ്ലോയിയുടെ PF ഡിഡക്ഷനും സെയിം ഓപ്ഷൻ തന്നെ ഇടുക. ബേസിക് സാലറിനെ സെലക്ട് ചെയ്തിട്ട് ഇൻറ്റു 13.5%, 0. അതുപോലെ ESCയും സെയിം ഇതിൽ തന്നെ വർക്കൗട്ട് ചെയ്യുക. റൗണ്ട് എഴുതി 2.5% ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, 0 ബ്രാക്കറ്റ്. ഇനി നമുക്ക് വേണ്ട നെറ്റ് സമ്മാണ്. നെറ്റ് സാലറി എന്ന് പറയുമ്പോൾ നമുക്ക് അഡീഷണൊക്കെ ആഡ് ചെയ്ത് ഡിഡക്ഷനുള്ളത് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ അഡീഷണൽ ആയിട്ടുള്ള വരുന്നത് വെച്ചാൽ ബേസിക് സം ഓഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബേസിക് മുതൽ നമുക്ക് ഇൻസെൻറ്റീവ് വരെ സം ചെയ്യുക. അത് കഴിഞ്ഞ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് മൈനസ് PFും ESCയും നമ്മൾ ഡിഡക്റ്റ് ചെയ്യുക. സം ഓഫ് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് സാലറി ഫിഗർ കിട്ടും. ഇനി നമുക്കിതിൻ്റെ ഓൾ ടുഗദർ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ D താഴ്ത്തി സെലക്ട് ചെയ്ത് എവിടെയാണ് ഡാറ്റ അവിടെ സെലക്ട് ചെയ്യാം, കൺട്രോൾ D സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ ഫുള്ളായിട്ട് കിട്ടി. ദാറ്റ് മീൻസ് നമുക്ക് ഓരോ സെയിൽസ്മാൻ്റെ ഫിഗർ നമുക്കിവിടെ കിട്ടി.
ഇനി നമുക്കിവിടെ ലീവ് നമ്മൾ മാർക്ക് ചെയ്യുന്നതോറും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫിഗർ മാറും. സോ നമുക്കൊരു സാലറി സ്ലിപ്പായി ഇപ്പം സാലറി ഫയലായി. നമുക്ക് എങ്ങനെയാണ് സാലറി ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു നമ്മൾ. ദാറ്റ് മീൻസ് നമുക്ക് ലീവ് മാത്രം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ബേസിലുള്ള ഫിഗർ ഇവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമുക്ക് അടുത്ത വേണ്ടൊരു കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എംപ്ലോയിക്ക് നമുക്ക് സാലറി സ്ലിപ്പ് കൊടുക്കേണ്ട സിനാരിയോ വരാറുണ്ട്. ദാറ്റ് മീൻസ് ഓരോ എംപ്ലോയിക്കും എത്ര ഡിഡക്ഷൻ വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു സാലറി സ്ലിപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഇതിൽ നിന്ന് നമുക്ക് സാലറി സ്ലിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മൾട്ടിപ്പിൾ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓരോ എംപ്ലോയി നെയിമിനും മൾട്ടിപ്പിൾ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ പിവോട്ട് ടേബിൾ ഓപ്ഷൻ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ എംപ്ലോയി ഡാറ്റ സെലക്ട് ചെയ്തിട്ട് ഇൻസെർട്ട് ഓപ്ഷൻ വന്ന് പിവോട്ട് ടേബിൾ ക്ലിക്ക് ചെയ്യുക, ന്യൂ ഷീറ്റിലേക്ക് ഓക്കെ വെക്കുക. ഇപ്പോൾ നമുക്ക് കണ്ടിട്ട് എംപ്ലോയി നെയിമിനെ എടുത്തിട്ട് ഫിൽറ്റർ ഓപ്ഷനിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്ഷൻസിന് കൺസെപ്റ്റ് ഉണ്ട്. അതിൽ ഓപ്ഷനിൽ വന്നിട്ട് ഷോ റിപ്പോർട്ട് ഫിൽറ്റർ പേജ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എംപ്ലോയി നെയിം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എല്ലാ എംപ്ലോയീസിൻ്റെ പേരിൽ നമ്മൾ സെപ്പറേറ്റ് പേര് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഓരോ എംപ്ലോയീസിൻ്റെ പേരിലും നമുക്ക് ഇവിടെ സാലറി സ്ലിപ്പ് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ സാലറി സ്ലിപ്പിൻ്റെ സ്ട്രക്ചറിൽ എംപ്ലോയി നെയിം മുതൽ ഡെസ്റ്റിനേഷനും ബേസിക് സാലറി എന്താണോ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവിടെ വരണം. ഇപ്പോൾ നമ്മൾ ഇതിന് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ റോൾ ഷീറ്റ് 1 ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക, ഡെമോ ഷീറ്റാണ്. ഇനി നമുക്ക് ഒരു എംപ്ലോയിയുടെ ഷീറ്റ് എടുക്കാം. ആ ഷീറ്റിൽ നമുക്ക് വേണ്ടത് ഈ ഇത്രയും ഡീറ്റെയിൽസ് ആണ്. ദാറ്റ് മീൻസ് എംപ്ലോയി നെയിം മുതൽ സാലറി വരെയുള്ള ഡീറ്റെയിൽസ് കോപ്പി ചെയ്യാം. എന്നിട്ട് നമുക്ക് എംപ്ലോയിയുടെ ഷീറ്റിൽ വന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രാൻസ്പോസ് ചെയ്തിട്ടാണ് പേസ്റ്റ് ചെയ്യാൻ. ദാറ്റ് മീൻസ് നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ Alt ES ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഓരോ കോളം വൈസ് കിട്ടും. ഈ കോളത്തിലായിരിക്കണം നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് വരേണ്ടത്. ദാറ്റ് മീൻസ് അതിൻ്റെ സ്ട്രക്ചർ വരേണ്ടത് സാലറി സ്ലിപ്പിൻ്റെ. അങ്ങനെ എംപ്ലോയി നെയിം ഉണ്ടാവണം, ഡെസ്റ്റിനേഷൻ ഉണ്ടാവണം, ബേസിക് സാലറി, ലീവ്. അത് ഓരോ കമ്പനിയിലും ഡിഫറെൻറ്റ് സിനാരിയോ ആയിരിക്കാം. നമ്മളിതിൻ്റെ സ്ട്രക്ചർ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഇത് മെർജ് ചെയ്യുക. അത് കഴിഞ്ഞ് എംപ്ലോയി നെയിമിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, കാരണം എംപ്ലോയി നെയിം വെച്ചിട്ടാണ് നമ്മളിവിടെ വിലുക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, വിലുക്ക് ഫോർമുല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എംപ്ലോയി നെയിമിൻ്റെ അവിടെ മുകളിലത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ വിപിൻ നെയിം ഉണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതെല്ലാ ഷീറ്റിലേക്കും വരാൻ വേണ്ടി സെലക്ട് ഓൾ ഷീറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നെറ്റ് സാലറി ഫയൽ മാത്രം അൺചെക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് എല്ലാ ഷീറ്റിലും ഓട്ടോമാറ്റിക്കായിട്ട് ആ ടേബിൾ വരും. അതിന് വേണ്ടി ഫിൽ ഓപ്ഷനിൽ വരിക, അക്രോസ് വർക്ക് ഷീറ്റ് ക്ലിക്ക് ചെയ്യാം. ഫിൽ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഷീറ്റിലും ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഷീറ്റിലെല്ലാം ഈ ടേബിൾ അവിടെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് നമുക്ക് വീണ്ടും രണ്ടാമത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നിട്ട് എംപ്ലോയി നെയിമിൽ വന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. ദാറ്റ് മീൻസ് എംപ്ലോയി നെയിമായിട്ട് വിപിനെ സെലക്ട് ചെയ്യണം. ഇവിടെ എംപ്ലോയി നെയിം ഈക്വൽ ടു കൊടുത്ത് ഓക്കെ. ഇതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഷീറ്റിലും ഓട്ടോമാറ്റിക് സെലക്ഷൻ ഉണ്ടാവും. ഇനി നമുക്കിവിടെ വിലുക്ക് ഫോർമുല എഴുതണം. വിലുക്ക് ഫോർമുല എഴുതുമ്പോൾ ലുക്കപ്പ് വാല്യൂ ആയിട്ട് എഴുതുന്നത് നമ്മൾ വിപിനെ ആയിരിക്കും. കാരണം വെച്ചാൽ വിപിനെയാണ് നമ്മൾ അവിടുന്ന് ഡാറ്റയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ഈക്വൽ ടു കൊടുത്ത് സാലറി ഫയലിലാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഈക്വൽ ടു വിലുക്കപ്പ് വിപിൻ സെലക്ട് ചെയ്യുക, കോമ സാലറി ഫയൽ വരെ. ദാറ്റ് മീൻസ് ഫ്രം നെയിം, എവിടെയാണ് നെയിം എടുക്കുന്നത് നെയിം മുതൽ ഫുൾ ഡാറ്റ സെലക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് എല്ലാ ഡാറ്റാസുള്ള ഏരിയ ഫുൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിന് F4 ക്ലിക്ക് ചെയ്ത് നമ്മൾ റേഞ്ച് സെലക്ട് ചെയ്യുക, കോമ 2 കൊടുക്കുക. ദാറ്റ് മീൻസ് ഡെസ്റ്റിനേഷൻ എന്താണ് പറയുക, കോമ 2, കോമ 0. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ താഴത്തേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ വിഭിന്ന പേര് അവിടെ നിൽക്കണം, തന്നെ B6 അവിടെ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് B6നെ നമ്മൾ F4 കൊടുത്ത് ലോക്ക് ചെയ്തു. ഇനി നമ്മൾ താഴത്തേക്ക് ഡ്രാഗ് ചെയ്യുക, ഫുൾ താഴത്തേക്ക് ഡ്രാഗ് ചെയ്യുക. താഴത്തേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എല്ലാത്തിനും പേര് സെയിൽസ്മാൻ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതിൻ്റെ കോളം ഇൻഡെക്സ് മാത്രം മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ആദ്യത്തിൽ 2 പിന്നത്തേൽ ബേസ് സാലറി 3 3 ആക്കി കൊടുക്കുക. ലീവിൽ അതുപോലെ തന്നെ 4 ആക്കി കൊടുക്കുക. സാലറിയിൽ 5. ഇതേപോലെ ആ കോളം നമ്പറിൻ്റെ ഇൻഡെക്സിൽ നമ്മൾ കോളത്തിൻ്റെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തെടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക.
5, 7, 8, 9, 10, 11. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് ഇതിനെ ടെംപ്ലേറ്റ് ഒന്ന് മോഡിഫൈ ചെയ്യാം. അതേപോലെ നമുക്ക് ജസ്റ്റ് ഇതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡർ ഇട്ട് കൊടുക്കുക. അതിന് മുമ്പായിട്ട് എൻ്റെ ഫോർമുല എല്ലാം റിമൂവ് ചെയ്യുക, പേസ്റ്റ് വാല്യൂസ് കൊടുത്ത് റിമൂവ് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ എംപ്ലോയി നെയിം എന്നൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ട് മുകളിൽ. ഇതിന് റിമൂവ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ എല്ലാ ഷീറ്റിനും ആ പേര് പോയിട്ടുണ്ടാവും. ഇനി നമ്മളിവിടെ സാലറിയിൽ വന്നു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ വിപിൻ്റെ സാലറി ചെക്ക് ചെയ്തു, 6,609 നമ്മുടെ ലിസ്റ്റ് പ്രകാരം കറക്റ്റാണ്. ഇനി നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കണമെന്ന് വിചാരിക്കാം. എല്ലാ സാലറീസും ഇപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുക്കണമെങ്കിൽ ജസ്റ്റ് പ്രിൻറ്റിൽ വരാം, പ്രിൻ്റ് ഓപ്ഷനിൽ വരാം. ഇപ്പോൾ നമുക്ക് ഡിഫോൾട്ടായി എടുക്കേണ്ടവ പ്രിൻ്റ് ആക്റ്റീവ് ഷീറ്റ് ആയിരിക്കും എടുക്കേണ്ടവ. ഇത് മുന്നേ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റ് എൻ്റയർ വർക്ക് ബുക്ക് എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ പ്രിൻ്റ് ആക്റ്റീവ് ഷീറ്റിൽ പ്രിൻ്റ് എൻ്റയർ വർക്ക് ബുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ ഓരോ എംപ്ലോയീസിൻ്റെയും സാലറി സ്ലിപ്പ് ഇവിടെ കാണാം, പ്രിവ്യൂവിൽ കാണാം. ഇത് ജസ്റ്റ് പ്രിൻ്റ് കൊടുക്കുകയാണെങ്കിൽ എല്ലാ എംപ്ലോയീസിൻ്റെയും സാലറി സ്ലിപ്പ് നമുക്കിവിടെ പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാ എംപ്ലോയീസിനും എത്ര എംപ്ലോയീസ് ഉണ്ടോ അവർക്കെല്ലാം ഒരേ പേജിൽ തന്നെ പ്രിൻ്റ് കൊടുക്കാം. സാലറി എത്ര കിട്ടിയിട്ടുണ്ട്, എത്ര കട്ടിങ്സ് വന്നിട്ടുണ്ട്, എത്ര കട്ടിങ് വന്നിട്ടുണ്ട്, എത്ര ലീവ് എടുത്തിട്ടുണ്ട്, ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഒറ്റ ഇതിൽ തന്നെ കാണാൻ സാധിക്കും. സോ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. എല്ലാ കമ്പനീസിലും നമ്മൾ എക്സലായിരിക്കും സാലറി സ്ലിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. അങ്ങനെ സിനാരി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ കൂടുതൽ ടിപ്സ് ആൻഡ് ട്രിക്സിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ സാധിക്കും. Okay, all the best. Bye. See you.